പാപം ഒന്ന് മാത്രമാണ് ജീവൻ ജീർണവസ്ത്രമായി തീരാൻ കാരണമായി തീരുന്നത്. ജന്മപാപം, ജീവപാപം, മുജന്മപാപം, ഇങ്ങനെ അനേകം പാപങ്ങളുടെ ഒരു സങ്കലനമാണ് കലിയുഗവാസിയായ മനുഷ്യർ. ജന്മാന്തര പാപം ഈ ജന്മകർമ്മങ്ങളിൽ കലർന്നാണ് അനുഭവപ്പെടുന്നത്. പുണ്യപാപങ്ങളെ ആശ്രയിച്ചാണ് സുഖദുഃഖങ്ങൾ വന്നു പോകുന്നത്. ഈ ജന്മത്തിൽ ഞാൻ ഒരു പാപവും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈശ്വരൻ എനിക്ക് ഈ ദുരിതങ്ങളെല്ലാം തരുന്നത് എന്ന പല്ലവി സർവ്വസാധാരണമായി കേൾക്കുന്നതാണ്. എല്ലാവരും ഈ പല്ലവി പറയാറുണ്ട്. ഈശ്വരൻ കാരുണ്യവാനാണ്, നിസ്സംഗനുമാണ്. ഈശ്വരൻ ഒരു ജീവിക്കും ദുഃഖമുണ്ടാക്കുന്നില്ല. മനുഷ്യൻ്റെ കർമ്മങ്ങൾക്കെല്ലാം സാക്ഷി മാത്രമാണ് ഈശ്വരൻ. ഈശ്വരൻ്റെയോ മറ്റു മനുഷ്യരുടെയോ കുഴപ്പം കൊണ്ടല്ല ഒരാൾ ദുഃഖം അനുഭവിക്കുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന പാപകർമ്മഫലം താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ എന്നാണല്ലോ പറയാറ്. അതാണല്ലോ പ്രമാണം. നമ്മുടെ കർമ്മമാണ് നമ്മളെ തളർത്തുന്നു എന്ന് ഇതാണ് സത്യം. അവരവർ ചെയ്യുന്ന പാപകർമ്മങ്ങൾ അവരവർക്കേ അറിയാൻ കഴിയൂ. തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും സ്വയം കണ്ടുപിടിച്ച് തിരുത്തി ജീവിക്കാനും ജീവനും ജീവിതവും നേർദിശയിലെത്തുമ്പോഴാണ് ദുഃഖനിവൃത്തി ഉണ്ടാവുന്നത്, ശാന്തി ഉണ്ടാവുന്നത്. പ്രാരാബ്ധങ്ങൾ തിരിച്ചറിഞ്ഞ് തിരുത്താതെ എത്ര പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാലും എത്ര തീർത്ഥം കുടിച്ചാലും കുളിച്ചാലും ഏത് തരം ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്താലും യോഗങ്ങൾ ശീലിച്ചാലും ഫലമൊന്നും ലഭിക്കുകയില്ല. നാം ഇന്നലെ കൊടുത്തതാണ് ഇന്ന് മടക്കി കിട്ടുന്നത്. ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതാണ് പിന്നീട് പലിശ സഹിതം തിരിച്ചെടുക്കുന്നത്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാതെ നമുക്ക് ഇങ്ങോട്ടൊന്നും കിട്ടുകയില്ല. അതുപോലെ നാം ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് ഇപ്പോൾ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. വിചാരിച്ചതേ കൊയ്യാൻ പറ്റൂ. അടിക്കൊരു തിരിച്ചടി, ആഘാതത്തിനൊരു പ്രത്യാഘാതം. അതാണ് ലോകനീതി. കാലം എത്ര കഴിഞ്ഞാലും മായാതെ മറയാതെ കർമ്മഫലം നിലനിൽക്കും. ഇങ്ങനെയൊക്കെ കർമ്മഫലമുണ്ടെന്നറിഞ്ഞിട്ടും ഈ ജന്മത്തിൽ നമ്മൾ കർമ്മം നന്നാക്കുന്നുണ്ടോ? മുൻജന്മത്തിൽ ചെയ്ത പുണ്യപാപ കർമ്മങ്ങളെ ആശ്രയിച്ചാണ് സുഖദുഃഖങ്ങൾ വന്നു പോകുന്നത്. കർമ്മഫലാനുഭവത്തിന് വേണ്ടി ജീവൻ ആർജിച്ചെടുക്കുന്നതാണ് കർമ്മശരീരം. കർമ്മശരീരത്തിൽ വസിച്ച് ശുദ്ധകർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവൻ മുക്തി ആർജിക്കുവാൻ വേണ്ടിയാണ് ആത്മാവ് പുതിയ ശരീരം സംഗ്രഹിച്ചെടുക്കുന്നത്. ആത്മാവ് പഴയതു തന്നെ, ശരീരം പുതിയതും. കേട്ടിട്ടില്ലേ? പുതിയ കുടത്തിൽ പഴയ വീഞ്ഞ്. അങ്ങനെ ഞാൻ പറയാറുണ്ടല്ലോ നമ്മൾ. അതുപോലെ ഉപയോഗശൂന്യമായ വസ്ത്രം ഉപേക്ഷിച്ച് പുതുവസ്ത്രം ധരിക്കുന്നത് പോലെ പഴകി ജീർണിച്ച് ഉപയോഗശൂന്യമാകുന്ന ദേഹം ഉപേക്ഷിച്ച് ജീവൻ പുതിയ ദേഹം സ്വീകരിക്കുന്നു. അത്രയേ ഉള്ളൂ. അതായത് കർമ്മഫലമായി ആർജിക്കുന്ന പാപമാണ് ജനന മരണാദി ദുഃഖങ്ങൾക്ക് കാരണമെന്ന് സാരം. പാപമെന്ന് പറയുന്നത് ഒരു വലിയ ചുമടാണ്. അത് ജന്മാന്തരങ്ങളിലൂടെ ചുമക്കുന്നവർ ആത്മാവും
പാപഭാരത്താൽ വിഷലിപ്തമാകുന്ന ജീവനിലുണ്ടാക്കുന്ന വൈകൃതങ്ങൾ ശരീരങ്ങളിലേക്ക് വ്യാപിക്കുന്നതാണ്. രോഗങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും. പാപം മുളയായി കുരുക്കുകയും അണുവായി മുളക്കുകയും പാശമായി വിരിഞ്ഞ് മുറുക്കുകയും ചെയ്യും. മനസ്സിനെയും ശരീരങ്ങളെയും അത് നാനാപ്രകാരേണ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ മഹാപാപ ചുമട് ഇറക്കി വയ്ക്കുന്ന സത്യാനുഭവം നേടിയ സദ്ഗുരുക്കന്മാരുടെ പാതാരങ്ങളിൽ വീഴുക, അല്പമെങ്കിലും ശാന്തി കിട്ടും. ഗുരുക്കന്മാരുടെ പാതാരവിന്ദങ്ങൾ സാഷ്ടാംഗം നമസ്കരിച്ച് സദാസമയത്തും ഗുരുസ്മരണ നമുക്കുണ്ടാവുക, ഒപ്പം ഈശ്വരനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. അങ്ങനെയല്ല വേണ്ടത് എന്ന് വെറുതെ ഒന്നാലോചിക്കുക.